മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ലീഗ് ഇപ്രാവശ്യം കരസ്ഥമാക്കിയത്. 20 സീറ്റുകളാണ് ലീഗ് നേടിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി നമ്മോടൊപ്പം ചേരുന്നു. ഇപ്രാവശ്യത്തെ ഈ വിജയത്തെക്കുറിച്ച് താങ്കൾക്ക് ആദ്യം പറയുന്നത്? സീറ്റിന്റെ കാര്യത്തിൽ നല്ല റെക്കോർഡ്, ഭൂരിപക്ഷങ്ങളുടെ കാര്യത്തിൽ അതിലേറെ തിളക്കം. ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. UDF-ൽ ഇത്തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത്, അതിൽ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലും അതേപോലെ തന്നെ പാർട്ടിക്ക് സീറ്റുകൾ നേടാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത്തരത്തിലൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് രംഗം കണ്ടാൽ അങ്ങനെയാണ് തോന്നിയിരുന്നത്. ഈ UDF-ന് മൊത്തത്തിൽ സീറ്റ് കുറവ് വന്നു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അതിശയമാണ്. അത് മലബാറിലല്ല കാര്യമായ കുറവുകൾ വന്നത്. വളരെ അത്ഭുതകരമായിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് രംഗം കണ്ടാൽ തോന്നൂല. അതുകൊണ്ട് ഞങ്ങൾ ഈ റെക്കോർഡ് ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നു. UDF-ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട വിജയം പ്രതീക്ഷിച്ചു. കേവല ഭൂരിപക്ഷത്തിൽ 2 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ സാധ്യമുള്ളത്. മന്ത്രിസഭാ രൂപീകരണത്തിന് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടാവും? ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഭരിച്ച ഗവൺമെന്റ്, ആ ഗവൺമെന്റാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്തിട്ടുള്ളതും ഏറ്റവും ദീർഘകാലം അധികാരത്തിൽ ഇരുന്നിട്ടുള്ളതും. ചെറിയ ഭൂരിപക്ഷം സൂക്ഷ്മതയ്ക്ക് നല്ലതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല. മറ്റൊന്ന്, ചെറുകക്ഷികൾ UDF-ൽ ഏറെയുണ്ട്. ഈ ചെറുകക്ഷികളുടെ വരും ദിവസങ്ങളിലെ നിലപാടുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്കയുണ്ടോ? അതൊന്നുമില്ല. ഞാനിപ്പോ എല്ലാ ആളുകളുമായും ടെലിഫോണിൽ സംസാരിച്ചു. എല്ലാവരും UDF എന്ന സ്പിരിറ്റിലാണ് ഉള്ളത്. ജനവിധി UDF-നാണല്ലോ. UDF-ന് കിട്ടിയ ജനവിധി വെച്ച് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും. ഒരുമിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും. അതിലൊന്നും യാതൊരു മാറ്റമില്ല. കോൺഗ്രസിന് 38 സീറ്റുകൾ ലഭിച്ചപ്പോൾ ലീഗിന് 20 സീറ്റുകൾ ലഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഉപമുഖ്യമന്ത്രി പദം ചോദിക്കാൻ അതൊന്നുമല്ല. അതിനൊന്നും ഞങ്ങളൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അങ്ങനെ ഒരിക്കൽ സീറ്റ് കൂടുതൽ കിട്ടി, ഒരിക്കൽ സീറ്റ് കുറഞ്ഞു, അതിനനുസരിച്ചൊക്കെ ബന്ധങ്ങളിൽ മാറ്റം വരുത്തുന്ന പാർട്ടിയല്ല ലീഗ്. ഞങ്ങൾ UDF-ന്റെ കാര്യം പൊതുവായി ചർച്ച ചെയ്തേ തീരുമാനിക്കുകയുള്ളൂ. അല്ലാതെ സന്ദർഭം മുതലെടുക്കാനൊന്നും ഞങ്ങളില്ല. എങ്കിൽ പോലും ലീഗിന് അർഹതയില്ലേ? 20 സീറ്റ് കിട്ടിയ ലീഗിന് ഉപമുഖ്യമന്ത്രി പദം ചോദിക്കാൻ സ്വാഭാവികമായിട്ടും അർഹതയില്ലേ? ഇല്ല, അത് ആ ഒരു ഉപമുഖ്യമന്ത്രി പദത്തിന്റെ മുകളിലൊരു ചർച്ച കൊണ്ടുവരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് നേരിട്ട് മറുപടി പറയാത്തത്. അതല്ലല്ലോ ഇപ്പൊ പ്രധാനം. ഇപ്പോ കേരളത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ ഭാവിയിൽ കൊണ്ടുപോകണം, ഗവൺമെന്റ് എങ്ങനെ രൂപീകരിക്കണം, അത്തരം കാര്യങ്ങൾക്കാണ് ഇപ്പൊ പ്രാധാന്യം. ഉപമുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് UDF-നകത്തൊരു ചർച്ച നടന്നാൽ ലീഗിന്റെ ഒരു നയം, ഒരു തീരുമാനമുണ്ട്. അങ്ങനെ ഒരു ചർച്ച ഇതുവരെ വന്നിട്ടില്ല. ഇല്ലാത്തൊരു ചർച്ചയെക്കുറിച്ച് നമ്മൾ വിഭാവനം ചെയ്യേണ്ട കാര്യം എന്താ? അങ്ങനെ ഒരു ചർച്ച ഇതുവരെ വന്നിട്ടില്ല. കൂടുതൽ മന്ത്രിസ്ഥാനം അത്തരം എന്തെങ്കിലും? അങ്ങനൊന്നുമില്ല. അങ്ങനെ യാതൊരു കാര്യങ്ങളും ഞങ്ങൾ ഇപ്പം ആലോചിക്കും. പാർട്ടി മീറ്റിംഗ് കൂടിയില്ലല്ലോ. ഇപ്പണ്ട് വിജയം 72 സീറ്റ് കഴിഞ്ഞു എന്നുള്ളത് ഇപ്പണ്ട് അറിഞ്ഞല്ലോ ഉള്ളൂ. അതെല്ലാം പാർട്ടി ഇനി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. പാർട്ടി മുന്നണിയും ചർച്ച ചെയ്ത് തീരുമാനിക്കും. പാർട്ടി നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? എല്ലാം സ്മൂത്താവും. UDF-ന് അലോസരമുണ്ടാക്കുന്ന യാതൊരു നടപടിയും മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. ഞങ്ങൾ ജനവിധി മാനിക്കുന്നു. UDF-നാണ് ജനവിധി. അതിന്റെ കൂടെ നിന്ന് കാര്യങ്ങൾ കൊണ്ടുപോകും. UDF-ലെ ഒരു കക്ഷിയും ഈ ജനവിധിക്കപ്പുറം യാതൊന്നും ചിന്തിക്കൂല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഗവൺമെന്റ് ഉണ്ടാക്കി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. 5 കൊല്ലം ഭരിക്കും. അത് തന്നെ പറഞ്ഞില്ല. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ഈ ഉപമുഖ്യമന്ത്രി പദത്തെ സംബന്ധിച്ച് തന്നെയാണ്. ഇത് ലീഗിന് അർഹതപ്പെട്ടതാണ് കൊടുക്കണമെന്ന് മറ്റ് ഘടകകക്ഷികൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ലീഗിന്റെ ഒരു നിലപാട്? അതിന് ഞാൻ മറുപടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഭാവനയിൽ ഒരു വിഷയം വിചാരിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യണ്ട. അങ്ങനെ ഒരു വിഷയം പാർട്ടിയുടെ മുമ്പിലോ UDF-ന്റെ മുമ്പിലോ ഇപ്പല്ല. ആരെങ്കിലും കൊണ്ടുവരട്ടെ, അപ്പം പറയാനുള്ള അഭിപ്രായം. ഇപ്പൊ അങ്ങനെ ഒരു വിഷയമില്ല. ഇതിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ അന്തർനാടകങ്ങൾ ചർച്ച ചെയ്യുമെന്ന് കെ മാണി അക്കൗണ്ടുമാരെ ബന്ധിച്ചുകൊണ്ട് വ്യക്തമാക്കി. UDF ഇക്കാര്യം ചർച്ച ചെയ്യണം, അല്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്നും മാണി പാലയിൽ പറഞ്ഞു. ഞാൻ ചർച്ച ചെയ്യാനായിട്ട് ഈ കാര്യത്തിന് വളരെ തുറന്നു പറയേണ്ടതല്ല. ഒന്നുമില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതൊക്കെ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പാർട്ടി ഉൾപ്പാർട്ടി ചർച്ച ചെയ്യട്ടെ. കേരള കോൺഗ്രസ് പാർട്ടി എന്തായാലും ഇത് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി ഇതിന്റെ എല്ലാ സംഭവവികാസങ്ങളും, ഇതിന് പിന്നിൽ നടന്ന നാടകങ്ങളും, ഇതൊക്കെ ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും.
ഈ അന്തർനാടകങ്ങളെല്ലാം പാർട്ടി ഇത് ചർച്ച ചെയ്യും. ഇതെല്ലാം അനാവരണം ചെയ്യും. ഞങ്ങൾ ഇതെല്ലാം അനാവരണം ചെയ്യും, യാതൊരു സംശയമില്ല. UDF ഇത് ചർച്ച ചെയ്യണം, അല്ലാതെ നമുക്ക് ഇങ്ങനെ പോകാൻ നോക്കിയില്ല. UDF ഇത് ചർച്ച ചെയ്യണം. ഇതാണ് എന്റെ അഭിപ്രായം. പിന്നെ ഏതായാലും ജനങ്ങളോട് ഞങ്ങൾക്ക് പ്രത്യേകം നന്ദിയുണ്ട്. ജനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള ചില ഘടകങ്ങൾ ചില പാർട്ടികളുടെ പ്രസക്തിയെ കുറിച്ചാണ്. അത് JSS ആവാം, MV രാഘവന്റെ കാര്യത്തിലായിരിക്കാം. ഏതായാലും അത്തരം ചെറു പാർട്ടികൾ JSS 4 സീറ്റും തോന്നും, MV രാഘവൻ 2 സീറ്റ്